സ്കാലപ്പ് സ്ലീവ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ടിരുന്നു, ഒരു നേവി ബ്ലൂ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലീവ് കണ്ടിട്ട് ഒരു കൊച്ചു കൊണ്ടുവന്നാണ് ഒരു ടോപ്പ് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ സ്ലീവ് അതുപോലെ മതി എന്ന് പറഞ്ഞു, സാധാ ടോപ്പ്. അപ്പം ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ മാത്രമല്ല. അപ്പം ഞാനത് സ്ലീവ് കട്ട് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. സ്ലീവ് എന്ന് വെച്ചാൽ സ്കാലപ്പ് ഒരു 3/4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ചെറിയൊരു സ്റ്റിപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് നടുവെ മടക്കിയിട്ട് 3/4 ഇഞ്ച് നീളത്തിലൊന്ന് ഒരു ഡോട്ട് കൊടുക്കുക, 3/4 ഇഞ്ച്. എന്നിട്ട് അതിലാണ് നമ്മൾ സ്കാലപ്പ് വരയ്ക്കുന്നത്. ഇതാ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ സ്കാലപ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കാണിക്കുന്ന പോലെ തന്നെ സ്കാലപ്പ് കട്ട് ചെയ്തെടുക്കുക. അത് വെച്ചിട്ട് വേണം നമുക്ക് കയ്യിലേക്ക് പിടിപ്പിക്കാനുള്ള സ്റ്റിപ്പിലേക്ക് വരച്ചെടുക്കാൻ. സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവാണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. തയ്ച്ചിട്ട് കഴിയുമ്പം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനത്തെ സ്ലീവൊന്നും വെക്കാറില്ല. ഈ പണി കൂടുതൽ ഉള്ളതൊന്നും ഞാൻ വെക്കില്ല. ഒത്തിരി പണിയൊന്നുമില്ല, എങ്കിലും എനിക്ക് മടിയാണ്. അപ്പം ഞാൻ എന്തായാലും വെറുതെ ഒന്ന് വെച്ച് നോക്കിയത്, അത് കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇത്. സ്ഥിരം തന്നെ ഒരു കൊച്ചു തന്നെയാണ്. ഇത് കണ്ട ഉടനെ തന്നെ അവളൊരു ടോപ്പിൻ്റെ തുണി എടുത്തുകൊണ്ട് വന്നതാട്ടോ. അപ്പോൾ ഇത് ഒരു 1.5 ഇഞ്ച് ഉള്ള ഒരു സ്റ്റിപ്പ്, 1.5 ഇഞ്ച്. ആ 1.5 ഇഞ്ചിലാണ് ഒരു സ്ലീവ് കട്ട് ചെയ്യണത്. അപ്പോൾ രണ്ടായിട്ട് ഞാനിങ്ങനെ മടക്കിയിട്ടോ, 2 കൈക്കും കൂടി ഉള്ളതാണ് ഒരുമിച്ച് കട്ട് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആ സ്കാലപ്പ് കട്ട് ചെയ്ത ആ സ്കാലപ്പ് മടക്കിയിട്ട് ഇതുപോലെ വച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തു. നടുഭാഗമാണ് കേട്ടോ മടക്കി വെച്ചിരിക്കുന്ന കറക്റ്റ് സ്ലീവിൻ്റെ നടുഭാഗം വരുന്നിടത്ത്. പിന്നെ നമുക്ക് ആ സ്കാലപ്പിൻ്റെ ആ ഒരു കഷ്ണം നിവർത്തി വെച്ചിട്ട് വേണം അടുത്തത് കട്ട് ചെയ്യാൻ. മടക്കി വെച്ചത് കറക്റ്റ് സ്ലീവിൻ്റെ നടുഭാഗം വരുന്നതുകൊണ്ട് ഞാൻ മടക്കി വെച്ചതാണ് കേട്ടോ. നിവർന്ന് വരുമ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും. അപ്പം അടുത്തതൊക്കെ നമുക്ക് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി എളുപ്പത്തിന് നമുക്ക് ആ ഒരു കഷ്ണം വേണ്ട. ഇനി ഇത് പയ്യെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അടുത്ത സ്കാലപ്പ് കൂടെ കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ 2 സ്ലീവിൻ്റെയും കൂടി ഒരുമിച്ച് കട്ടായിട്ട് വരികയാണ് കേട്ടോ, ഒരുമിച്ച് വെച്ചേക്കുന്നതുകൊണ്ട്. ഇതുപോലെ ഇനിയും അത് ഒന്നുകൂടി മടക്കി കൊടുക്കാം. അങ്ങനെ അങ്ങേ അറ്റം വരെ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. എളുപ്പമുണ്ട് കേട്ടോ. തയ്ച്ചെടുക്കാനും അധികം താമസമൊന്നുമില്ല. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ രീതിയിൽ തന്നെ നമുക്ക് അങ്ങേയറ്റം വരെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഭാഗം മാത്രം ഞാൻ നേരെ വിട്ടുവാണ് കേട്ടോ. അത് തയ്യൽ തുമ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ. അപ്പം നമുക്ക് മറ്റേ പീസ്, ബാലൻസ് കിടക്കുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിവർത്തി കാണിച്ചു തരാം. സ്കാലപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ട് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സ്ലീവിൻ്റെ മാത്രമാണ് കേട്ടോ, ഇത് മാത്രം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ടോപ്പ് ഞാനിപ്പോൾ തയ്ക്കുന്നില്ല, അത് ഞാൻ പിന്നെ കൊടുക്കാമെന്നും പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്ലീവ് മാത്രം കട്ട് ചെയ്തിട്ട് സ്കാലപ്പ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ടോപ്പ് തയ്ക്കുന്നത് പിന്നെ ഉള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തുണിയിലേക്ക് വെച്ചിട്ട്, ചെറിയൊരു തുണിയിലേക്ക് വെച്ചിട്ട് ഞാനത് ഒട്ടിച്ചെടുത്തായിരുന്നു, സ്റ്റിപ്പ് ഒട്ടിച്ചെടുത്തായിരുന്നു. ഇനി അതിൻ്റെ സൈഡ് ഭാഗം, ഒരു സൈഡ് ഇതുപോലെ തയ്യൽ തുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് മടക്കി സ്റ്റിപ്പയിലേക്ക് വെച്ചടിക്കുക. ഇനി സ്ലീവിലേക്ക് നമുക്ക് പിടിപ്പിക്കാൻ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ, ഉള്ളിലേക്ക് മറിഞ്ഞു പോകാനുള്ളതാണ്. അപ്പം നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ സ്കാലപ്പിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ലീവിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് ആദ്യം വയ്ക്കുക. എന്നിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഇതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തി 2 പീസിലും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ച് സ്കാലപ്പിൻ്റെ സൈഡിൽ കൂടി ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഞാൻ തയ്ച്ചിടുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പം ഒരു സന്തോഷമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടോപ്പ് കണ്ടിട്ട് വന്നതാണേ. എൻ്റെ അടുത്ത് തയ്ക്കാൻ തരുന്നവർ തന്നെയാണ്. കണ്ട ഉടനെ തന്നെ ഒരു തുണി എടുത്തുകൊണ്ട് വന്ന കേട്ടോ കോട്ടൻ്റെ. ഇതുപോലെ എന്നിട്ട് നമുക്ക് സൈഡ് ഒന്ന് പയ്യെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം മറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ആ കുറച്ച് ഭാഗം കോൺ ഭാഗം വരുന്നിടത്ത് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. കോട്ടനാണ്, ലൈനിങ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയില്ല. പയ്യെ ചെറിയ കട്ടിങ് മാത്രം കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ മറിച്ചെടുക്കുക. ഇതാ മറിച്ചെടുത്തു. നമ്മുടെ സ്കാലപ്പ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ സ്ലീവ് കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്ലീവ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് വേണമെങ്കിൽ അതിലേക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ കൈത്തയ്യൽ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഞാനവിടെ തയ്ക്കുന്നില്ല, കൈത്തയ്യൽ സ്റ്റിച്ചായിട്ട് കൊടുക്കുന്നില്ല, മെഷീനിൽ അടിക്കുന്നില്ല. ഞാനിത് കൈത്തയ്യൽ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ അതാ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. സ്കാലപ്പ് നെക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. അതുകൂടി ഒരെണ്ണം വന്നിട്ടുണ്ട് എനിക്ക് തയ്ക്കാൻ. അത് ഞാൻ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.